അപ്പോൾ നമ്മൾ ഇന്ന് കാർ ബൂട്ട് സെയിലിനാണ് പോകുന്നത്. UK തന്നെ ഒത്തിരി ഓഫറിൽ നമുക്ക് റീസെൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കാർ ബൂട്ട്സ്. സോ നമ്മൾ ഇന്ന് പോകുന്നത് ഷോറൂം ബൈ സീ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ വെച്ച് നടക്കുന്ന കാർ ബൂട്ട് സെയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എന്തിനാണ് ഞാൻ ഈ കാർ ബൂട്ട് സെയിലിൽ പോകുന്നത്? ഇത് റീസെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ലേ? സോ റീസെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. റീസെൻ്റ്ലി ഞാൻ റീസെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്റ്റ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് അഫോർഡബിൾ ആണോ എന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഞങ്ങൾ എടുക്കുന്നത്. സോ നമുക്ക് പോയിട്ട് കാണാം. റീസെല്ലിംഗ് മാത്രമല്ല, നമുക്ക് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും വളരെ വിലക്കുറവിന് അവിടെ നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപാട് പേര് കാർ ബൂട്ട് സെയിലിൽ അറ്റൻഡ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വീട്ടിലത്തേക്ക് വാങ്ങിക്കുന്നവരുണ്ട്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ചിട്ടു റെഡിയാണ് കാർ ബൂട്ട് സെയിലിന് പോകാൻ വേണ്ടിയിട്ട്. ഹലോ ചിട്ടു, ഹലോ ചിട്ടു, വാവ എവിടെ പോവാ? ഹലോ ഹലോ. നമ്മുടെ കുട്ടി റെഡിയാണ്, ഓൺ ദ വേ ആണ്. ഇതെല്ലാം ചെമ്മരിയാടുകളാണ്. നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ. നമ്മൾ എവിടെ എത്തി? ഇതാണ് ഇവിടുത്തെ തിരക്ക്. പാർക്ക് ചെയ്യാനുള്ള തിരക്കാണ് കാണുന്നത്. സെയിൽ നടക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഒത്തിരി പേര് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയമായി. കാർ പാർക്കിങ്ങിന് ഇവിടെ 2 pounds ആണ്. സോ നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മൾ സ്ഥലം എത്തി. ബേബീനെ നമ്മൾ കാർ സീറ്റിൽ നിന്ന് മാറ്റുകയാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ചിട്ടു ചിട്ടു, ഹലോ. ഉറക്കത്തിലായിരുന്നു ബേബി. ഹലോ. ഭയങ്കര വെട്ടല്ലേ? ചിട്ടു അങ്ങനെ സ്ട്രോളറിനകത്തായി ഗൈസ്. പോയോ? മുട്ടായി വേണ്ട ബേബി. സോ നമ്മളിപ്പോൾ കുറച്ച് നിലവിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 5 ഡ്രസ്സ് 4 പൗണ്ടിനാണ് വാങ്ങിച്ചത്. 4 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 400 രൂപ അടുപ്പിച്ച് വരും. പക്ഷെ നമുക്കത് ഇനി കുറച്ചുകൂടെ പ്രൈസിൽ നമുക്ക് റീസെൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സോ അതാണ് നമ്മൾ ഇന്നിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. കാർ ബൂട്ട് സെയിലിന് വന്നതിനിടയിൽ ഒരാൾക്ക് വിശന്ന് ഗോയ്സ്. അങ്ങനെ ഒരാൾ കരച്ചിൽ ഒരേ അലമ്പ്. ഞങ്ങളെ പർച്ചേസിങ്ങിന് സമ്മതിക്കുന്നില്ല. സോ ആളുടെ മിൽക്ക് തണുക്കാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ചിട്ടുവിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തു. സോ ഇങ്ങനെ നമുക്ക് കാർ ബൂട്ട് സെയിലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്ക് റീസെല്ല് ചെയ്താൽ റീസെല്ല് ചെയ്ത് ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. നിയർലി ഒരു 1500 pounds-ഓളം ആൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നാട്ടിലെ ഒരു 1.5 ലക്ഷം രൂപയോളം. അപ്പം UK ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണ്, എങ്ങനെയാണ് റീസെല്ല് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാം. ആള് ഭയങ്കര ചിരിയായിട്ടിരിക്കുകയാണ്. ആള് തണുപ്പത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആളുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് ആണ്. ഫേസിലുള്ള പാടൊക്കെ ക്രീമൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവും പുറത്തിറങ്ങുമ്പോൾ. സോ സെയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു. ഇനി അത് സെല്ല് ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. കുറച്ചധികം പർച്ചേസ് ചെയ്തു. പക്ഷേ എല്ലാം പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എത്രയായി? അറൗണ്ട് നാട്ടിലെ ഒരു 30 പൗണ്ട്, നാട്ടിലെ ഒരു 3000 രൂപ. അതിൽ ഏകദേശം 30 അടുപ്പിച്ച് വരില്ലേ ഡ്രസ്സ്?
എന്നാലും നല്ല ക്വാണ്ടിറ്റി ഓഫ് ഡ്രസ് ഉണ്ട്. അതെ, ഇനി അടുത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഇവിടെ ഏകദേശം എത്ര മണിയായി? 1 മണിയായി. നല്ല വിശക്കുന്നുണ്ട്. സോ അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി പോവുകയാണ്. ഒരു ടേസ്റ്റ് ഓഫ് മദ്രാസി എന്ന് പറയണം. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. നമ്മൾ ബ്രൈറ്റൺ എന്ന് പറയുന്ന പ്ലേസിലാണ് എത്തിയത്. സോ ഇവിടെ ഒരു മദ്രാസി എന്ന് പറയുന്ന ഒരു കടയിലാണ് പോകുന്നത്. നേരെ കാണുന്നത് ബീച്ചാണ്. നമ്മള് ബ്രൈറ്റൺ ബീച്ചിന്റെ അടുത്തെത്തി. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം. ആ ബ്ലൂ കളർ കാണുന്നത് ബീച്ചാണ്. ആ ബ്ലൂ കളർ കാണുന്നതാണ്. അങ്ങനെ അരുൺ പ്രോസ്പെക്റ്റിലെത്തി. ഇതോ ആ യെല്ലോ ഫ്ലവർ കാണുന്ന അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.